വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആരും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് വില്ലിൻ്റെയും വുഡിൻ്റെയും ഉപയോഗം. പക്ഷേ വില്ലും വുഡും യൂസ് ചെയ്യുമ്പോൾ നമ്മിൽ പലർക്കും ഒരു തപ്പലുണ്ടാവാറുണ്ട്. വില്ലും വുഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ വുഡ് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനൊരു കാരണമുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കുന്നത് വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ് എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ വുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിനെ പറ്റി പറയാൻ മാത്രമല്ല, പിന്നെയോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, അതായത് പ്രസൻറ്റ് ടെൻസ്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ ടെൻസ്, ഒപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റ് ടെൻസ്. ഇത് മൂന്നിനെ പറ്റിയും പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് എക്സാമ്പിൾസ് സഹിതം നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആക്കി തരാം. ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ആദ്യം പറയാം. ഈ വില്ലും വുഡും രണ്ടും മോഡൽ വേർബ്സ് ആണ്. അപ്പോൾ മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ഇങ്ങനെ ഒരുപാട് മോഡൽ വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. ഒരു മോഡൽ വേർബിന് ശേഷം എപ്പോഴും വേർബിൻ്റെ ബേസ് ഫോം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം: ഐ വിൽ ഗോ, ഹീ വിൽ റൈറ്റ്, ഷീ വുഡ് ഈറ്റ്, ദേ വുഡ് കം. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഈ വില്ലും വുഡും കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോമാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. വേർബിൻ്റെ കൂടെ എസ്സോ അല്ലെങ്കിൽ ഇ ഡിയോ INGയോ ഒന്നും നമ്മൾ ചേർക്കില്ല. അപ്പോൾ ആദ്യം നമുക്ക് വില്ലിന് പരിചയപ്പെടാം. വില്ലാണ് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ എളുപ്പവും. വില്ല് നമ്മൾ ഉപയോഗിക്കുന്നത് ഭാവിയെ പറ്റി പറയാനാണ്. അതായത് റിയൽ ഫ്യൂച്ചറിനെ പറ്റി പറയാനാണ് വിൽ ഉപയോഗിക്കുക. റിയൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ശരിക്കും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഞാനിവിടെ റിയൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ അൺറിയൽ ഫ്യൂച്ചർ അങ്ങനെ ഒന്നുണ്ടോ? അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ സാധാരണ നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത് ഒരു തീരുമാനത്തെ പറ്റി പറയാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, ഒരു തീരുമാനത്തെ പറ്റി പറയാൻ നമ്മൾ വില്ല് ഉപയോഗിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ. നമ്മളോട് കുട്ടി പറയാണ്, എനിക്ക് ഹോംവർക്കിൽ കുറച്ച് സംശയമുണ്ട്. ഇത് കേട്ടതും നമ്മൾ അപ്പോൾ ഡിസൈഡ് ചെയ്ത് പറയാണ്, ഞാൻ നിന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാം. അപ്പോൾ എന്താ നമ്മൾ പറയുക? ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. കണ്ടോ, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. വിൽ ഉപയോഗിച്ചു ഒരു ഡിസിഷനെ പറ്റി പറയാൻ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഞാൻ ഐൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐൽ എന്ന് പറഞ്ഞാൽ ഐ വില്ലിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അപ്പോൾ അത് ഓർക്കണം. നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഐ വിൽ, ഷീ വിൽ എന്നൊന്നും പറയില്ല. ഐൽ, ഷീൽ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇത് ഐ വിൽ തന്നെയാണ്. ഇനി വിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്രവചിക്കാൻ നമ്മൾ വില്ല് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാണ്, അടുത്ത ആഴ്ച ഞങ്ങൾ ഡൽഹിയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എന്താ പറയുക? വിൽ ബി ഇൻ ഡൽഹി നെക്സ്റ്റ് വീക്ക്. വി വിൽ ബി എന്നാണ് ഈ വിൽ ബി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വില്ലിൻ്റെ മൂന്നാമത്തെ ഉപയോഗം, എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പ്രോമിസ് ചെയ്യാൻ, അതായത് ഞാനിങ്ങനെ ചെയ്യാം എന്ന് ഒരു പ്രതിജ്ഞ ചെയ്യാനൊക്കെ നമുക്ക് വില്ല് ഉപയോഗിക്കാം. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു, കിട്ടിയ മാർക്ക് വളരെ മോശമാണ്. അതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഒരു കുട്ടി സാധാരണഗതിയിൽ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, ഞാൻ അടുത്ത പ്രാവശ്യം നന്നായി ചെയ്തോളാം, ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ അവിടെ നമ്മൾ വില്ല് ഉപയോഗിക്കും. എന്താ പറയുക? ഐ വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം, ഐ പ്രോമിസ്. ഐ വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. കണ്ടോ, അവിടെ വില്ല് ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, വിൽ നമ്മൾ ഉപയോഗിച്ചത് ഫ്യൂച്ചർ ടെൻസിലാണ്. അത് 3 രീതിയിലാകാമെന്ന് മാത്രം. ചിലപ്പോൾ ഒരു ഡിസിഷനെ പറ്റി പറയാനായിരിക്കും, ചിലപ്പോൾ ഒരു പ്രിഡിക്ഷൻ, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയാനായിരിക്കും, ചിലപ്പോൾ ഭാവിയിൽ ഞാനിങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്നൊക്കെ ഒരു പ്രോമിസ് ചെയ്യാനായിരിക്കാം. പക്ഷേ വുഡിൻ്റെ കാര്യം അങ്ങനെയല്ല. വുഡിന് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം, പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം, പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. അതായത് റിയൽ ഫ്യൂച്ചറിനെ പറ്റി പറയാനാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുക. അപ്പോൾ വുഡോ അൺറിയൽ ഫ്യൂച്ചറിനെ പറ്റി പറയാനാണ്. അതായത് ഭാവിയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഈ വുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കുട്ടിയോട് പറയാണ്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷ പാസ്സായേനെ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും: ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദ ടെസ്റ്റ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, പരീക്ഷ നേരത്തെ കഴിഞ്ഞു പോയി, അന്ന് പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. പരീക്ഷ കഴിഞ്ഞിട്ടില്ല,
പരീക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നന്നായി പഠിച്ചാലും പരീക്ഷയ്ക്ക് പാസ്സാകും. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, നമുക്ക് ഈ കുട്ടിയുടെ ലക്ഷണം കണ്ടിട്ട് നന്നായിട്ട് അറിയാം കുട്ടി പഠിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആ ഒരു അർത്ഥം വരുത്താനാണ് നമ്മൾ പറഞ്ഞത് ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദ ടെസ്റ്റ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് അൺറിയൽ ഫ്യൂച്ചറിനെ പറ്റി പറയാം, നടക്കാൻ സാധ്യതയില്ലാത്ത ഭാവിയിലെ കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. അപ്പോൾ വില്ലും വുഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ ഞാനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ കൂടെ വരുന്നോ? അപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യം എങ്ങനെയാണ്? വിൽ യു കം വിത്ത് മീ? അപ്പോൾ ഞാൻ പറയാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും. അപ്പോൾ ഇംഗ്ലീഷിൽ ഐ വിൽ കം വിത്ത് യു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ശരിക്കും നടക്കാൻ സാധ്യതയുള്ള കാര്യമാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിൽ പറഞ്ഞത്, ഐ വിൽ കം വിത്ത് യു. പക്ഷേ എൻ്റെ മറുപടി ഇങ്ങനെയാണെങ്കിലോ, ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ വുഡ് കം വിത്ത് യു ഇഫ് ഐ വർ ഫ്രീ. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, വരും എന്നുള്ള അർത്ഥം കിട്ടാൻ ഞാൻ ഐ വിൽ കം എന്ന് പറഞ്ഞു. നേരെ മറിച്ച് എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്ന് പറയാൻ ഞാൻ എന്താ പറഞ്ഞത്? ഐ വുഡ് കം ഇഫ് ഐ വർ ഫ്രീ. അപ്പോൾ വുഡ് കം എന്നാണ് പറഞ്ഞത്, പക്ഷെ അർത്ഥമാക്കുന്നത് വരില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം, വില്ലും വുഡും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടു വുഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഭാവിയെ പറ്റി പറയുന്നതെന്ന്. തീർച്ചയായിട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്, എങ്കിലും പറഞ്ഞത് ഫ്യൂച്ചറിനെ പറ്റിയാണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വുഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, അതായത് പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെ വുഡ് ഉപയോഗിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ പൊളൈറ്റായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് അനുവാദം ചോദിക്കണമെങ്കിൽ എല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ പൊളൈറ്റായിട്ട് പറയാനുള്ള ചില മാർഗ്ഗങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വുഡ് എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വില്ലിൻ്റെ പാസ്റ്റ് ഫോമായിട്ടല്ല നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്, പിന്നെയോ വില്ലിൻ്റെ പൊളൈറ്റായിട്ടുള്ള ഫോമായിട്ടാണ് ഇവിടെയുള്ള ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ സെൻറ്റൻസസിലെല്ലാം നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. അതായത് വിൽ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവിടെ പൊളൈറ്റ്നെസ്, ഭവ്യത കുറച്ച് കുറവാണ്. അപ്പോൾ പൊളൈറ്റ്നെസ് വരുത്താൻ നമ്മൾ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കുന്നു. സാധാരണ നമ്മളിങ്ങനെ വുഡ് ഉപയോഗിച്ച് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് നമുക്ക് ആരോടെങ്കിലും ആവശ്യപ്പെടേണ്ടി വരുമ്പോഴാണ്. അത് പൊളൈറ്റായിട്ടാണ് ചോദിക്കേണ്ടി വരുന്നതെങ്കിൽ അവിടെ വുഡ് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ആരോടെങ്കിലും പറയാണ് എനിക്ക് ഒരു കപ്പ് ചായ കൂടി വേണം. അപ്പോൾ അത് വളരെ ഭവ്യതയോടെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ വുഡ് ലൈക്ക് അനാദർ കപ്പ് ഓഫ് ടീ. ഐ വുഡ് ലൈക്ക് അനാദർ കപ്പ് ഓഫ് ടീ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ വോണ്ട് അനാദർ കപ്പ് ഓഫ് ടീ എന്ന് തന്നെയാണ്. പക്ഷേ ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് വന്നു. ഇനി വേറൊരു എക്സാമ്പിൾ, ഞങ്ങൾക്ക് മോൾഡീവ്സിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അത് നമ്മളെങ്ങനെ പൊളൈറ്റായിട്ട് പറയും? വി വുഡ് ലൈക്ക് ടു ട്രാവൽ ടു ദ മോൾഡീവ്സ്. കണ്ടോ, വി വുഡ് ലൈക്ക് ടു ട്രാവൽ ടു ദ മോൾഡീവ്സ് എന്നാണ് പറഞ്ഞത്. വി വോണ്ട് ടു ട്രാവൽ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വീഡ് ലൈക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് പൊളൈറ്റായി. ഇതേപോലെ നമുക്ക് വേറൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം വേണോ എന്ന് വളരെ ഫോമലായിട്ട് പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിലും ഓഫർ ചെയ്യണമെങ്കിലും നമുക്ക് വുഡ് ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്കൊരാളോട് ഇങ്ങനെ ചോദിക്കണം, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാപ്പി വേണോ? അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സം മോർ കോഫി? വുഡ് യു ലൈക്ക് സം മോർ കോഫി എന്നാണ് പറഞ്ഞത്. ഡു യു വോണ്ട് സം മോർ കോഫി എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പൊളൈറ്റായിട്ട് ചോദിച്ചു, വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങി. ഇനി മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരണോ? ഒരാളെ നമ്മൾ ക്ഷണിക്കുകയാണല്ലേ, അവിടെ നമുക്ക് പൊളൈറ്റായിട്ട് ചോദിക്കാൻ വുഡ് ചേർത്താൽ മതി. വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? ഡു യു വോണ്ട് ടു കം വിത്ത് അസ് എന്നാണ് ചോദ്യം. പൊളൈറ്റായിട്ട് വുഡ് ചേർത്ത് ചോദിച്ചു. ഇനി വേറൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്ന് വളരെ ഫോമലായി പൊളൈറ്റായി റിക്വസ്റ്റ് ചെയ്യാൻ, ആവശ്യപ്പെടാനും നമുക്ക് വുഡ് തന്നെ ചേർത്താൽ മതി. ഇപ്പോൾ നമുക്കൊരാളോട് ഇങ്ങനെ ചോദിക്കണം എന്നിരിക്കട്ടെ, ഈ ബാഗ് എനിക്ക് വേണ്ടി ഒന്ന് പിടിക്കാമോ? അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വിൽ യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ? അല്ലെങ്കിൽ ക്യാൻ യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇവിടെ എല്ലാം പൊളൈറ്റ്നെസ് ഇത്തിരി കുറവാണ്. അപ്പോൾ അത് വരുത്താൻ വുഡ് ചേർത്താൽ മതി. അപ്പോൾ ചോദ്യം എന്താവും? വുഡ് യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ? കണ്ടോ, വുഡ് യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം കേട്ടോ. ഇപ്പം നമുക്കൊരാളോട് ചോദിക്കണം, ആ ജനലൊന്ന് തുറക്കാമോ? പക്ഷേ ഒരു കാര്യം, ഇവിടെ ജനൽ തുറക്കുന്നത് നമ്മളല്ല, അയാളോടാണ് നമ്മൾ ചോദിക്കുന്നത് അതൊന്ന് തുറക്കാമോ എന്ന്.
അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? കണ്ടോ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. അതേസമയം നമ്മളൊരു കാര്യം ചെയ്തു കൊള്ളട്ടെ എന്ന് ഒരാളോട് പെർമിഷൻ ചോദിക്കണമെങ്കിലും, അതിനുള്ള അനുവാദം ചോദിക്കണമെങ്കിലും, അത് പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ വുഡ് തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കേണ്ടത്, ഞാൻ ഈ ജനൽ തുറക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ വിൻഡോ? ജനൽ തുറക്കുന്നത് ഞാനാണ് കേട്ടോ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ വിൻഡോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ ചോദിക്കാം, വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ കെയിം വിത്ത് യു? വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ കെയിം വിത്ത് യു? ഇതേപോലെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും ക്ഷണിക്കുമ്പോൾ നമുക്കത് പറ്റില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ, ഒരു ഒഴിവ് കഴിവ് പറയണമെങ്കിൽ അത് വളരെ പൊളൈറ്റായിട്ട് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ഡിന്നർ കഴിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടുന്നോ എന്ന്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ഡിന്നർ? അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ഡിന്നർ കഴിക്കാൻ വരുമായിരുന്നു, പക്ഷേ ഞാൻ ഫ്രീ അല്ല. അപ്പോൾ ഇത് നമ്മൾ വുഡ് ചേർത്ത് എങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ഐ വുഡ് ലവ് ടു ബട്ട് ഐ വോണ്ട് ബി ഫ്രീ. കണ്ടോ, ഐ വുഡ് ലവ് ടു ബട്ട് ഐ വോണ്ട് ബി ഫ്രീ. ഇനി വുഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട വേറൊരു യൂസ് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വുഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച്? ഞാനൊരു എക്സാമ്പിൾ പറയാം. റീന എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ എഴുതി കാണിക്കുന്നത്. ഞാൻ കേക്ക് കൊണ്ടുവരും. ഇതാണ് റീന എന്നോട് പറഞ്ഞത്. റീന സെഡ് ഐ വിൽ ബ്രിങ് ദ കേക്ക്. കണ്ടല്ലോ, ഞാനത് ഇൻവേർട്ടഡ് കോമേഴ്സിൽ കൊട്ടേഷൻ മാർക്സിനകത്താണ് ഇട്ടത്. റീന സെഡ് ഐ വിൽ ബ്രിങ് ദ കേക്ക്. അപ്പോൾ ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്, ഇത് റീനയുടെ വാക്കുകളാണ്. ഇനി ഞാൻ എൻ്റെ രീതിയിൽ പറയാൻ പോവുകയാണ്, റീന എന്നോട് എന്താ പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് പറയും? റീന സെഡ് ഷീ വുഡ് ബ്രിങ് ദ കേക്ക്. റീന എന്നോട് ഇതാ പറഞ്ഞത്. റീന സെഡ് ഷീ വുഡ് ബ്രിങ് ദ കേക്ക്. കണ്ടോ, അവിടെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വുഡിൻ്റെ ആവശ്യം വരും. ഡയറക്റ്റ് സ്പീച്ചിൽ എവിടെയെല്ലാം വിൽ ഉണ്ടായിരുന്നോ അതെല്ലാം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വുഡായി മാറും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, വില്ലിൻ്റെ പാസ്റ്റ് ഫോമായ വുഡിനെയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം, ജോണിൻ്റെ വാക്കുകളാണ് കേട്ടോ ഇത്. അവർ സമയത്ത് വരും. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ദേ വിൽ അറൈവ് ഓൺ ടൈം ജോൺ സെഡ്. അപ്പോൾ അത് കണ്ടല്ലോ, ഞാനത് കൊട്ടേഷൻ മാർക്കിലിട്ടു. ഇനി ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങളോട് പറയാൻ പോവുകയാണ്, റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി കേൾക്കാൻ പോകുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഞാൻ എന്താ പറയുക? ജോൺ സെഡ് ദേ വുഡ് കം ഓൺ ടൈം. കണ്ടല്ലോ, മുൻപ് വിൽ കം എന്ന് പറഞ്ഞു, ഇപ്പോൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വുഡ് കം ആയി. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, വിൽ എന്നുള്ളത് വുഡായി, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കം എന്ന ബേസ് ഫോം തന്നെയാണ്. വില്ല് കഴിഞ്ഞു, വുഡ് കഴിഞ്ഞു. ഇനി നമ്മൾ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്, വുഡ് എപ്പോഴൊക്കെയാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയാൻ എപ്പോഴാണ് വുഡ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ചിലപ്പോൾ പണ്ട് നമ്മൾ ചെയ്യുമായിരുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ, ചെറുതായിരുന്നപ്പോൾ പതിവായിട്ട് ചെയ്യുമായിരുന്ന ചില കാര്യങ്ങളെപ്പറ്റി പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണം നോക്കൂ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് കുക്കീസ്, അതായത് ബിസ്ക്കറ്റ്സ് കഴിക്കുമായിരുന്നു. അപ്പോൾ അതെങ്ങനെ പറയും? വെൻ ഐ വാസ് എ കിഡ് ഐ വുഡ് ഈറ്റ് എ ലോട്ട് ഓഫ് കുക്കീസ്. വെൻ ഐ വാസ് എ കിഡ് ഐ വുഡ് ഈറ്റ് എ ലോട്ട് ഓഫ് കുക്കീസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് പണ്ട് നടക്കുമായിരുന്ന കാര്യമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. വെൻ ഐ വാസ് എ കിഡ് ഐ വുഡ് ഈറ്റ് എ ലോട്ട് ഓഫ് കുക്കീസ്. അത് പതിവായിട്ട് ചെയ്യുമായിരുന്നു, അതൊരു പാസ്റ്റ് ഹാബിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വുഡ് ഉപയോഗിച്ചത്. ഇനി വേറൊരു ഉദാഹരണം കൂടെ നോക്കാം. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞായറാഴ്ചകളിൽ പതിവായിട്ട് പാർക്കിൽ പോകുമായിരുന്നു. അപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? വെൻ വി വർ കിഡ്സ് വി വുഡ് ഗോ ടു ദ പാർക്ക് ഓൺ സൺഡേയ്സ്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ വെൻ വി വർ കിഡ്സ് വി വുഡ് ഗോ ടു ദ പാർക്ക് ഓൺ സൺഡേയ്സ്. പതിവായിട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ എന്താ പറയുന്നത് നോക്കൂ, ഓൺ സൺഡേയ്സ്. എല്ലാ ഞായറാഴ്ചകളിലും ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വുഡ് പാസ്റ്റ് ടെൻസിനെ പറ്റി, ഭൂതകാലത്തെ പറ്റി പറയാനാണ് ഉപയോഗിച്ചത്. ഇതേപോലെ പാസ്റ്റ് ടെൻസിൽ തന്നെ വുഡ് ഉപയോഗിക്കുന്ന വേറൊരു സന്ദർഭമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പണ്ട് പാസ്റ്റിൽ ചെയ്യാൻ കൂട്ടാക്കിയിരുന്നില്ല, ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്ന് പറയാനാണ് നമ്മളിവിടെ വുഡ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്നിരിക്കട്ടെ,
പണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ അമ്മ എന്നോട് സംസാരിക്കില്ലായിരുന്നു എന്ന്. അപ്പോൾ അത് ഞാൻ എന്ത് പറയും? വെൻ മൈ മദർ വാസ് ആംഗ്രി ഷീ വുഡൻറ്റ് സ്പീക്ക് ടു മീ. അമ്മയ്ക്ക് പണ്ട് ദേഷ്യം വരുമ്പോൾ അമ്മ സംസാരിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല. ഷീ വുഡൻറ്റ് സ്പീക്ക് ടു മീ. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ഞാൻ ആ കമ്പനിയോട് എൻ്റെ പണം റീഫണ്ട് ചെയ്യാൻ, അതായത് ആ പണം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ കൂട്ടാക്കിയില്ല, അവർ ചെയ്തില്ല. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ആസ്ക്ഡ് ദെം ടു റീഫണ്ട് മൈ മണി ബട്ട് ദേ വുഡൻറ്റ് ഡു ഇറ്റ്. ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. എൻ്റെ പൈസ തിരിച്ചു തരാൻ ഞാൻ അവരോട് ചോദിച്ചു, പക്ഷെ അവർ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. ദേ വുഡൻറ്റ് ഡു ഇറ്റ്. ഇതേപോലെ തന്നെ നമുക്കൊരു യന്ത്രത്തെ പറ്റി അല്ലെങ്കിൽ ഒരു മെഷീനെ പറ്റിയും പറയാട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഞാനിന്ന് ഓഫീസിലൊരു ടാക്സിയിലാണ് വന്നത്, കാരണം എൻ്റെ കാറ് സ്റ്റാർട്ടായില്ല. നമ്മളൊരു പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ കാറ് സ്റ്റാർട്ടാകാൻ കൂട്ടാക്കിയില്ല എന്ന് പറയില്ലായിരിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഇങ്ങനെയാണ്: മൈ കാർ വുഡൻറ്റ് സ്റ്റാർട്ട് സോ ഐ ടുക്ക് എ ടാക്സി ടു വർക്ക്. മൈ കാർ വുഡൻറ്റ് സ്റ്റാർട്ട് സോ ഐ ടുക്ക് എ ടാക്സി ടു വർക്ക്. ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വുഡിൻ്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും വില്ലും വുഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപയോഗപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.